മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് ഇത്. അസല് ടേസ്റ്റ്. നോമ്പുകാർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 2 നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാക്കിക്കോളും. അപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെടുകെ ഇങ്ങനെ കീറി കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടത്തക്ക വിധത്തിൽ ഒന്ന് മുറിച്ച് പിന്നെ 2ആയിട്ട് കീറിയിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കൈപ്പിടി നിറച്ചും കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഡാർക്ക് കളർ ചെറുതായിട്ടിങ്ങ് വരുമ്പം അതിലേക്ക് അത്ര തന്നെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 2 ഏലക്ക തൊലി പൊളിച്ചതിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങ് ചേർത്തിരുന്നാലും മതി. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ടങ്ങ് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചങ്ങ് വഴറ്റിയെടുക്കാം. തീരെ കുറവ് വേണ്ട, എന്നാൽ അധികമായി പോവുകയും ചെയ്യരുത് ചൂട്. അപ്പോൾ ആ സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എടുത്തങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും പഴം നന്നായിട്ടങ്ങ് വാടി കിട്ടണം. ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഈ പഴം പഞ്ചസാരയിൽ നന്നായിട്ടൊന്ന് ആയി വരണം. അപ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മളിതിൽ ഓരോ പാർട്ടായിട്ട് പഞ്ചസാര ഇട്ടതുകൊണ്ട് എല്ലാത്തിലും ആ മധുരം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പഞ്ചസാരയൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കുറച്ച് ഭാഗം മാത്രം എടുത്ത് അങ്ങ് മാറ്റി വയ്ക്കാം. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മാറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും കടിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഇല്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഭാഗം ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റിയിട്ട് ബാക്കി ഇട്ടാൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പഞ്ചസാര ആദ്യം അടിക്കണമെന്നില്ല, പക്ഷേ അടിച്ചതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മുട്ടയായിട്ട് അങ്ങ് മിക്സായി വന്നോളൂ. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുമ്പോൾ 2-3 ഏലക്ക ഒന്ന് ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. പക്ഷെ വാനില എസൻസ് ആകുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. ടേസ്റ്റും കൂടുതൽ അതാണ്. മുട്ടയുടെ മണം തീരെ ഇല്ലാതിരിക്കും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ, പശുവും പാലാണ്, ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഉപ്പ് ഞാൻ ചേർക്കാൻ മറന്നു പോയതാ, ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന പാൻ, ഒരു സാധാരണ പാൻ എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കൂട്ടങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ കായ്പോളയാണ് കേട്ടോ. അപ്പോൾ കായ്പോള ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മുട്ടയായി പോകരുത്. പഴത്തിൻ്റെ അളവ് ഒരേപോലെ തന്നെ മുന്നിട്ട് തന്നെ നിൽക്കണം. അപ്പോഴാണ് ആ കായ്പോളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നാൽ മതി. നമുക്കിത് ഗ്യാസ് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഡയറക്റ്റ് തീയിൽ വെക്കേണ്ട. ഒരു പഴയ ദോശക്കല്ലോ അല്ലെങ്കിൽ പഴയ അലൂമിനിയത്തിൻ്റെ ഒറ്റ അടപ്പോ അങ്ങനെ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ചിട്ട് വേവിക്കുകയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതൊരു പഴയ ദോശക്കല്ലാണ് കേട്ടോ, സ്റ്റൈലൊന്നും നോക്കണ്ട. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഈ പാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. ഒരു 25-30 മിനിറ്റൊക്കെ വേണ്ടി വരും. കുറഞ്ഞ തീയിലല്ലേ വെക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചില്ലേ, അതെല്ലാം ഇട്ട് കൊടുക്കാം. പക്ഷെ കൂടുതൽ ഗാർണിഷ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ്, കാണാനും നല്ല ഭംഗിയാണ്. പക്ഷേ ഇത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് മാത്രമായിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുമ്പോഴേ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അതേ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. 10 മിനിറ്റായി. ഇനി ഒരു 20 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നമുക്ക് ചട്ടുകം ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വിട്ടിങ്ങനെ വരും. അപ്പോൾ ആയിട്ടുണ്ട് കറക്റ്റ് എന്നാണ്. വേറൊരു പാനിലേക്കോ അല്ലെങ്കിൽ ദോശക്കല്ലിലേക്കോ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കായ്പോള അങ്ങ് മറിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഒന്നൊന്ന് മുരിഞ്ഞങ്ങ് വരും.
വെന്തിട്ടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേവേണ്ട ആവശ്യമൊന്നുമില്ല, ആ സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. ഇനി അതവിടെ ഒരു 5 മിനിറ്റ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെച്ചെടുക്കാം. അപ്പോൾ അത് ആയിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി അതൊരു പ്ലേറ്റ് വെച്ച് അങ്ങ് കമത്തി ആ പ്ലേറ്റിലേക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി കായ്പോള റെഡി. ഇത് പല സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കുറേ പ്രൊസീജിയർ ഉള്ളതുപോലെ തോന്നുമെങ്കിലും അങ്ങനെയൊന്നും അല്ല കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഒരുപാടങ്ങ് മധുരമൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള കട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? കഴിക്കട്ടെ. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പഴമൊക്കെ നല്ല വാട്ടിയല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തേങ്ങയും നെയ്യും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. മുട്ടയുടെ ഒരു സ്മെല്ലോ അങ്ങനത്തെ ഒന്നുമില്ല. മുട്ട ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. നമ്മൾ വാനില എസൻസ് ആണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മുട്ടയുടെ സ്മെല്ല് മാറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നോമ്പ് സമയത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. നോമ്പിന് മാത്രമല്ല, അതിപ്പോൾ വൈകുന്നേരങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് അല്ലേ. നട്ട്സ് ഒന്നും ഇത്രയും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.